പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 പത്രോസ് 2:19 തിരുവചനം പറയുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ സഹിച്ചാൽ അല്ലെങ്കിൽ ക്ഷമിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. പീഡനങ്ങളും നിന്ദനങ്ങളും ഏറ്റ യേശുവിന് നമ്മുടെ വേദനകൾ മനസ്സിലാകും. നമ്മുടെ കണ്ണുനീര് ദൈവം കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ സഹനങ്ങൾക്ക് വലിയ പ്രതിഫലം നമ്മെ കാത്തിരിപ്പുണ്ട്. റോമ 8:28 പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ എന്ന്. 1 പത്രോസ് 4:1 ശരീരത്തിൽ പീഡനമേറ്റ യേശുവിൻ്റെ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് സഹനങ്ങൾ അനുഗ്രഹമായി മാറുകയുള്ളൂ. യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്യായമായി യേശുവിന് പീഡനവും നിന്ദനങ്ങളും അവഗണനയും ഒറ്റിക്കൊടുക്കലും എല്ലാം ഉണ്ടായപ്പോൾ യേശു ഒന്നും സംസാരിച്ചില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു. ഈ മനോഭാവത്തോടെ വേണം നാം സഹനങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട്. ഫിലിപ്പി 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെ നാം സ്വീകരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം എപ്പോഴും ചിന്തിക്കുന്നത് ഒരവസരം കിട്ടിയാൽ അവരോട് പ്രതികാരം ചെയ്യണം എന്നാണ്. നമുക്ക് നമ്മെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുവാനുള്ള അവസരത്തിന് കാത്തിരിക്കുമ്പോൾ യേശു നമ്മോട് പറയുന്നത്, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. അത് ദൈവത്തിനുള്ളതാണ്, നാം പ്രതികാരം ചെയ്യാൻ ഉള്ളതല്ല. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, തിന്മയ്ക്ക് പകരം നന്മകൾ ചെയ്ത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനാണ് യേശുനാഥൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യേശു പറഞ്ഞത് എന്താണ്? അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്നാണ് പിതാവിനോട് യേശു പ്രാർത്ഥിച്ചത്. നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും. സ്വർഗം തുറക്കുവാനുള്ള താക്കോലാണ് ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമുക്കുള്ള സമ്മാനം നിത്യരക്ഷയുമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.